നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കായംകുളം കൂട്ടുവാതിക്കൽ കടവ് പാലത്തിൽ നിന്നും യുവാവ് കായലിലേക്ക് ചാടി. ഐക്യ ജംഗ്ഷൻ സ്വദേശി രാഹുലാണ് ചാടിയത്. പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തുന്നു. ദേശീയപാതയിൽ നീണ്ടകര വേട്ടുതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. സമരസമിതി സമരം അവസാനിപ്പിച്ചു. ഉത്തരവ് പ്രോജക്ട് ഡയറക്ടർക്ക് ലഭിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവ്. മഠത്തിൽ കാരാൻമേൽ കൃഷിയിടം പന്നിക്കൂട്ടം നശിപ്പിച്ചു. സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചയാൾ ഓടയിൽ വീണു മരിച്ചു. പന്മന സ്വദേശി ഷെറീഫാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം ദേവികുളങ്ങര കൂട്ടുവാതിക്കൽ കടവ് പാലത്തിൽ നിന്നും യുവാവ് കായലിലേക്ക് ചാടി. ഐക്യ ജംഗ്ഷൻ പുളിമുക്ക് സ്വദേശി രാഹുലാണ് ചാടിയത്. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. കായംകുളത്ത് നിന്ന് പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. കായംകുളം ഐക്യ ജംഗ്ഷൻ പുളിമുക്ക് സ്വദേശി 21-കാരനായ രാഹുലാണ് കൂട്ടുംവാതിക്കൽ കടവിൽ നിന്നും കായംകുളം കായലിലേക്ക് ചാടിയത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. പോലീസും അഗ്നിരക്ഷാസേനയും തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. സുഹൃത്തിനൊപ്പം പാലത്തിലൂടെ സഞ്ചരിക്കവേ ബൈക്ക് നിർത്തി പാലത്തിൽ നിന്നും കായംകുളം കായലിലേക്ക് ചാടുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് രാഹുലിന് ഒരു ഫോൺ കോൾ വന്നിരുന്നതായും ഇതിനുശേഷം രാഹുൽ പരിഭ്രാന്തനായിരുന്നതായും സുഹൃത്തുക്കൾ പറഞ്ഞു. സുഹൃത്തുക്കളുമൊത്ത് പാലത്തിലെത്തിയപ്പോൾ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും തുടർന്ന് പാലത്തിൽ നിന്നും ചാടുകയുമായിരുന്നു. ശക്തമായ അടിയൊഴുക്കുള്ള സമയമായതിനാലാണ് തിരച്ചിൽ ദുഷ്കരമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള 55ാമത്തെ ജെൻഡർ റിസോഴ്സ് സെന്ററാണ് കരുനാഗപ്പള്ളി കുടുംബശ്രീ CDSൽ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 55ാമത്തെ ജെൻഡർ റിസോഴ്സ് സെന്ററാണ് കരുനാഗപ്പള്ളി കുടുംബശ്രീ CDSൽ ആരംഭിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവയെ ചെറുക്കുന്നതിനും ശിശു സ്ത്രീ വയോജന സൗഹൃദ പ്രാദേശിക ഇടം സൃഷ്ടിക്കുന്നതിനുള്ള അവബോധ പരിശീലനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകൽ, കൗൺസിലിംഗ്, വരുമാനദായക പ്രവർത്തനങ്ങൾ, നിയമസഹായം നൽകൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനം ഇവിടെ ലഭ്യമാക്കും. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ട് കരുനാഗപ്പള്ളി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാകുന്ന വിവിധ കുടുംബാവസ്ഥകൾ, അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന പീഡനം, അതുപോലെ എല്ലാ വിഷയങ്ങളും ഇവിടെ വന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ നമ്മളിവിടെ ആരംഭിക്കുന്നത്. CDS ചെയർപേഴ്സൺ S. ഷീബ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. ഇന്ദുലേഖ, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ R. ബീന, നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ, മെമ്പർ സെക്രട്ടറി സുചിത്ര, സിറ്റി മിഷൻ മാനേജർ ദീപ K. പ്രഭാകർ, സ്നേഹിത സർവീസ് പ്രൊവൈഡർ D. ധന്യ, S. ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാമത്തെ ജിയാസ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിൽ തന്നെയാണ്. എങ്കിലും വളരെ സന്തോഷമുണ്ട്. വൈകിയാണെങ്കിൽ പോലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജിയാസുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ വയോജനങ്ങളും ഒക്കെ നേരിടുന്ന അതിക്രമങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു വേദി എന്ന നിലയിലാണ് ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേശീയപാതയിൽ നീണ്ടകര വേട്ടുതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. ഇതോടെ ജനകീയ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് നടത്തിയ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. വേട്ടുതറയിൽ അടിപ്പാത ആവശ്യപ്പെട്ട് 85 ദിവസമായി സംയുക്ത സമരസമിതി ദേശീയപാതയോരത്ത് സമരം നടത്തി വരികയായിരുന്നു.
തെക്കുംഭാഗം നീണ്ടകര, തേവലക്കര പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നാട്ടുകാരും വിവിധ സമുദായ സംഘടനകളും മതസംഘടനകളും സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. സംയുക്ത സമരസമിതി ഭാരവാഹികൾ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ NK പ്രേമചന്ദ്രൻ MPക്കൊപ്പം നേരിട്ട് കണ്ട് അടിപ്പാത ആവശ്യം ഉന്നയിച്ചിരുന്നു. സുജിത് വിജയൻപിള്ള MLAക്കൊപ്പം മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് വിഷയം അവതരിപ്പിച്ചു. നീണ്ടകര തെക്കുംഭാഗം വഴി കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് പടപ്പനാൽ വേട്ടുതറ. KSRTCയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലേക്ക് പ്രവേശിക്കുന്ന വേട്ടുതറയിൽ അടിപ്പാത അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനുശേഷമാണ് നമ്മൾ പുതിയൊരു പോയിന്റ് വെച്ചിരുന്നത്. ഞാനൊരു ഗവർണർ പ്രസിഡന്റിലും നേരത്തെ പറഞ്ഞത് ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർബറാണ്. ഇന്ത്യ മഹാനഗരിലെ ഏറ്റവും ഒന്നാമത്തെ വിഷയ ഹാർബറാണ് നമ്മുടെ ഹാർബർ. ആ ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട ഒരു തെക്കുവശത്ത് ചെറിയൊരു അടിപ്പാത മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പറ്റിയ കൊടിയ വിവരക്കേടും കൊടിയ അബദ്ധമാണ് എന്ന് ചേർത്ത് പറ്റിയത്. അപ്പൊ അങ്ങനെ വിഷയം കിടക്കുമ്പോഴാണ് പുതിയൊരു അടിപ്പാത ആ വിഷയം കവർ ചെയ്യാൻ വേണ്ടി അവരെ അനുവദിക്കാൻ ആവശ്യമായതിലേക്കുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നത്. ദേശീയപാതയിൽ ജോയിന്റ് ജംഗ്ഷനിൽ നിന്ന് പഴയ ദേശീയപാത വഴി നീണ്ടകര ഹാർബറിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് നിലവിൽ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ സംയുക്ത സമരസമിതിയുടെ പ്രവർത്തനങ്ങൾ അടിപ്പാത പൂർത്തിയാകും വരെ തുടരുമെന്നും സമരം താൽക്കാലികമായാണ് അവസാനിപ്പിച്ചിരിക്കുന്നതെന്നും MP പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടേണ്ട കാര്യമില്ല. ഈ അടിപ്പാത പൂർത്തീകരിക്കുന്നത് വരെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ആക്ഷൻ കൗൺസിലും ജനകീയ സമരവുമാണ് ജനപ്രതിനിധികളെയും കൂടുതൽ ഈ കാര്യത്തിൽ ഔത്സുക്യത്തിൽ കൊണ്ടുവരുന്നത്. ഞാനും മനോഹരമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, വാട്സപ്പിലൊക്കെ കേട്ട തെറി അഭിഷേകത്തിൽ നിന്ന് ഒരു ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, ബാജി ഇവിടെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വാട്സപ്പിൽ തെറി വിളിച്ചവരാരും ഒരു ദിവസം പോലും ഈ സമരപ്പന്തലിൽ വന്നിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഞങ്ങളൊക്കെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ഞങ്ങളൊക്കെ കേട്ടത്. പക്ഷെ അവർക്കൊക്കെ അത് പറയാൻ എളുപ്പമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് MPയും MLAയും ഒന്നും ഇതിന്റെ ആദ്യത്തെ ഇത് കണ്ടില്ലേ? ഇതൊന്നും MPയുമായിട്ടും MLAയുമായിട്ടും ചോദിച്ചിട്ടല്ല ഡിസൈനും പ്ലാനും എസ്റ്റിമേറ്റും അലൈൻമെന്റും ഒന്നും തയ്യാറാക്കുന്നത് ജനപ്രതിനിധികളുമായിട്ടൊന്നും ആലോചിച്ചല്ല. നാഷണൽ ഹൈവേയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് ആലോചിക്കും. ഇതൊക്കെ വന്ന് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ്. ചെയർമാൻ തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവ്, ബാജി സേനാധിപൻ K പ്രഭാകരൻ പിള്ള, ജോസ് വിമൽ രാജ്, R രവീന്ദ്രൻ, ഷാജി S പള്ളിപ്പാടൻ, R ജയകുമാർ, I ഷിഹാബ്, ബീനാദയൻ, അനിൽകുമാർ, സാജുമോൻ, KR രവി, അരവിന്ദൻ പിള്ള, മീനാക്ഷി, ബേബി മഞ്ജു, അപർണ, സ്മിത, സിന്ധു, സീതാലക്ഷ്മി, BK വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തും. ഓഗസ്റ്റ് 10-11 തീയതികളിലാണ് സമ്മേളനം നടത്തുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 10-11 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിൽ മന്ത്രിമാരായ GR അനിൽ, സജി ചെറിയാൻ, KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല MLA, H സലാം MLA, കൊടിക്കുന്ന് സുരേഷ് MP, സഹോദര സംഘടനാ ഭാരവാഹികളായ G സ്റ്റീഫൻ MLA, കാടാമ്പുഴ മൂസ, കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് സജിലാൽ എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ സമ്മേളനം, കുടുംബസംഗമം, വനിതാ കൂട്ടായ്മ, മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ, പ്രതിനിധി സമ്മേളനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുപോലെ റേഷൻ വ്യാപാരികൾ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. 2018 ആണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു വേതന പാക്കേജ് അംഗീകരിച്ച് നൽകിയത്. അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞിരുന്നു. 12,000 രൂപ വേതനം നിശ്ചയിച്ചപ്പോൾ 750 രൂപ പോലും ഒരു ദിവസമില്ല. കേരളത്തിൽ ദിവസവേതനക്കാർക്ക് 750 രൂപ കൊടുക്കുന്ന സംസ്ഥാനം. ഞാനന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ന്യായമാണ്. നമുക്കൊരു പുതിയ സ്കീമിലേക്ക് മാറിയതല്ലേ, നമുക്കൊരു 6 മാസം ഒന്ന് കാത്തിരിക്കാം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു വേതന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് 2018 ജൂലൈ മാസത്തിൽ പറഞ്ഞതാണ്. 7 കൊല്ലം കഴിഞ്ഞു. നാളിതുവരെ അത് പുനഃപരിശോധിക്കാനോ പരിഷ്കരിക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല.
നിരന്തരമായി ഞങ്ങൾ പല വിധത്തിൽ നിവേദനങ്ങൾ കൊടുത്തു. ഒട്ടേറെ സമരങ്ങൾ, സൂചനാ സമരം, കടയടപ്പ് സമരം, കടയടച്ച് 2 ദിവസം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ. ഇതുകൊണ്ടൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത്. ജനുവരി മാസം 27-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 10, 11 തീയതികളിലാണ് ഈ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായി താലൂക്ക് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 15-ന് മുമ്പ് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും സമ്മേളനങ്ങൾ നടക്കും, തെരഞ്ഞെടുപ്പും നടക്കും. ഓഗസ്റ്റ് 10, 11 തീയതികളിൽ ഇവിടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തുവാൻ അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘം എടുത്തു. ആ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം ഉള്ളത്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോണി നെല്ലൂർ, ഭരണിക്കാവ് മോഹനൻ, ഉണ്ണികൃഷ്ണപിള്ള, ജോസ് കാവനാട്, പ്രഭകുമാർ, മുരളി വൃന്ദാവനം, അനിൽ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാകുകയാണ്. മഠത്തിൽ കാരാൻമ, കൊറ്റമ്പള്ളി, വയനകം, ഞക്കനാൽ പ്രദേശങ്ങളിലാണ് പന്നിശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം മഠത്തിൽ കാരാൻമയിൽ കൃഷിയിടം പന്നിക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മഠത്തിൽ കാരാൻമ വാഴപ്പള്ളി തെക്കതിൽ ഷിബുവിന്റെ കൃഷിയിടത്തിലാണ് പന്നികൾ ആക്രമണം നടത്തിയത്. ചീനി, ചേന, വാഴ എന്നിവ നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന പന്നികളാണ് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. പന്നിയെ പേടിച്ച് പലരും കൃഷി നിർത്തുന്ന സ്ഥിതിയാണ്. പന്നിശല്യത്തെക്കുറിച്ച് വനം വകുപ്പിനുൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം മാളു സതീഷ് പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ, അതായത് മഠത്തിക്കാരായ്മ, കൊറ്റമ്പള്ളി വാർഡുകളിലെല്ലാം കാട്ടുപന്നിയുടെ ശല്യം ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കാട്ടുപന്നി കയറി ഒട്ടനവധി ആൾക്കാരുടെ കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് തൊട്ടടുത്ത് മാവണ്ണവടിക്ക് ആ വീട്ടിലെ കൃഷികൾ മൊത്തം നശിപ്പിച്ച് ഒട്ടനവധി ചീനിയും അതുപോലെ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാ വസ്തുക്കളും അത് നശിപ്പിച്ച് ഇപ്പോൾ വാഴപ്പള്ളി കിഴക്കതിൽ ഷിബുവിൻ്റെ വീട്ടിൽ, ഷിബു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒട്ടനവധി കൃഷികളാണ് ഉള്ളത്. ഇപ്പോൾ നശിപ്പിച്ചത് ചീനി, ചേന, വാഴ, അതുപോലെ മറ്റ് പച്ചക്കറികളായാലും എല്ലാം നശിപ്പിച്ച് അത് അവർക്ക് ഉപയോഗിക്കാത്ത രീതിയിലാക്കിയിട്ടേക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഇത് ഫോറസ്റ്റിനെ അറിയിക്കുകയും അവിടെ നിന്ന് യാതൊരു നടപടിയും നമുക്കുണ്ടായിട്ടില്ല. വ്യാപകമായി കൃഷി നശിക്കുമ്പോൾ കൃഷി ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പന്നിയെ തുരത്താനുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. നേരത്തെയും പലരുടെയും കൃഷികൾ നശിപ്പിക്കുകയും എൻ്റെ കൃഷി നശിപ്പിക്കുകയും ഇന്നലെ രാത്രിയിൽ വ്യാപകമായി എൻ്റെ കൃഷി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇനി വന്നിട്ട് ആളുകൾക്കും ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അധികാരിപ്പെട്ടുകളോ പഞ്ചായത്തോ സർക്കാരോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഉള്ള അപേക്ഷയാണ്. ഇല്ല എന്നുവരിൽ ഇതുകൊണ്ട് വളരെ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചയാൾ ഓടയിൽ വീണു മരിച്ചു. പന്മന സ്വദേശി ഷെരീഫാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. കൂലിപ്പണിക്കാരായ ഇരുവരും ജോലി കഴിഞ്ഞു മടങ്ങവേ ഓടയ്ക്ക് സമീപം സ്കൂട്ടർ നിർത്തിയപ്പോൾ ഓടയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിന് പിന്നിൽ സഞ്ചരിച്ചെത്തിയ വയോധികനാണ് ഓടയിൽ വീണ് മരിച്ചത്. പന്മന മാവേലി ഉപ്പൂനയിൽ വീട്ടിൽ 62-കാരനായ ഷെരീഫാണ് മരിച്ചത്. കൂലിപ്പണിക്കാരനായ മൈനാഗപ്പള്ളി കല്ലുകടവ് സ്വദേശി ബാബുവും ഷെരീഫും ജോലി കഴിഞ്ഞു മടങ്ങവേ പന്മന പുതുശ്ശേരിക്കോട്ട ജുമാ മസ്ജിദിന് തെക്കുഭാഗത്ത് മനയിൽ സ്കൂളിലേക്കുള്ള റോഡിലേക്ക് പോകവേ ഓടയ്ക്ക് സമീപം സ്കൂട്ടർ നിർത്തി. ഷെരീഫ് സ്കൂട്ടറിൽ നിന്നിറങ്ങി സംസാരിച്ചു നിൽക്കവേ സമീപത്തുള്ള ഓടയിലേക്ക് വീഴുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിൽ കിടന്ന ഷെരീഫിനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എങ്കിലും രക്ഷിക്കാനായില്ല. സൗദ ബീവിയാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് പട്ടയങ്ങൾ ലഭ്യമാകുന്നതിൽ അതിവേഗത്തിലുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ പട്ടയ അസംബ്ലി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിലും ഉന്നയിക്കപ്പെട്ട പട്ടയ സംബന്ധമായ വിഷയങ്ങളാണ് മുൻഗണനാക്രമത്തിൽ തീർപ്പാക്കുന്നത്. ജില്ലയിലെ കടലോരവാസികളുടെ പട്ടയങ്ങൾ നൽകാനായി 500-ലധികം പേർക്കാണ് നടപടി സഹായകമായത്. പട്ടയം കിട്ടിയവരുടെ ഭൂമിയിൽ വീടുകൾ ഉയരുകയാണ്. അംഗനവാടികൾക്ക് പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കണ്ടെത്തുകയാണ്. പൊതുവായ ആവശ്യങ്ങൾക്ക് ഭൂമി കിട്ടാൻ പലയിടത്തും പ്രയാസമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്.
സുമനസ്സുകളുടെ ഉദാര സമീപനം ഭൂമിയുടെ ലഭ്യതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നുവെന്നതാണ് പ്രധാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂസംബന്ധമായ ആവശ്യങ്ങളും പരിഹരിച്ചു വരികയാണ്. നിയമപരമായി സാധ്യതയുള്ള പട്ടയങ്ങൾ പരമാവധി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥതല പിന്തുണയും സമയബന്ധിതമായി തുടർ നടപടികളും ഉണ്ടാകണമെന്ന് മന്ത്രി വ്യക്തമാക്കി. പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ വാർഡുകളിലെ പ്രസിഡന്റുമാർ അവരുടെ പഞ്ചായത്തിലെ വാർഡുകളിൽ വാർഡിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധപ്പെടുത്തുക എന്നതാണ് നടപടികൾ. അതിലാണ് നമ്മുടെ അടുത്തേക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പകുതിയിലധികം കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് MCF സ്ഥലം വേണം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ആവശ്യം, അത് അവിടെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല വലിയ പഞ്ചായത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട്. മറ്റു പഞ്ചായത്തിലും ഇതുപോലെ അനുവദിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടത്. ഇപ്പം അംഗൻവാടിക്ക് സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തിയ കാര്യങ്ങളുടെ റിപ്പോർട്ട് ചെയ്യും. 500 പേർക്ക് പട്ടയം കിട്ടുക എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇല്ലാത്ത. വാസ്തവത്തിൽ നവകേരള സദസ്സിന്റെ സമയത്ത് ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് മന്ത്രിമാരുടെ കൂടി ആ കടത്തീരത്തെ സന്ദർശിക്കാൻ പോയപ്പോഴും അതിനു മുമ്പത്തെ ആകാലത്തിൽ ഈ പ്രശ്നം 500 ചില്ലാനം ആളുകൾ പട്ടയത്തിരിക്കുക. ഒരിക്കലും കടത്തീരത്തിൽ പട്ടയം കൊടുക്കാൻ വകുപ്പില്ല. ജില്ലാ കളക്ടർ N. ദേവിദാസ്, നഗരസഭാ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ ബീന റാണി, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ പഞ്ചായത്ത് വൈകിട്ടാണ് 2024 10-ാം മാസം ഒക്ടോബറിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇത്തവണ പെട്ടെന്ന് തുടർന്നാണ്, അതുകൊണ്ട് മാർച്ചിലാണ്. ബാക്കിയെല്ലാ മണ്ഡലങ്ങളുടെയും പട്ടയാസത്തിൽ കയറും. സാറിന് തിരക്കുകാരും ഇത് ബഡ്ജറ്റിൻ്റെ തിരക്കുകാരുമാണ് നമുക്കത് കൂടാൻ സാധിക്കാറുണ്ട്. അത് മാത്രമല്ല, കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ പട്ടയ വിഷയം അധികം ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതെല്ലാം ഇവിടെ തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ നമുക്ക് സഹായമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ജനകീയമായിട്ട് പരിഗണിക്കപ്പെടുന്ന പട്ടയ വിഷയങ്ങൾ വ്യത്യാസമില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ പ്രതി പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി അൻഷാദിനെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോരുവഴിയിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് ചായക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കരുനാഗപ്പള്ളിയിൽ ഭിന്നശേഷിക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ശൂർനാട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ച കേസിലെ പ്രതിയെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കവർച്ചാ കേസുകളിലെ പ്രതിയായ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക ബിസ്മില്ല മൻസിലിൽ അൻഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. പോരുവഴിയിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് ചായക്കടകളിൽ ജോലിയെടുത്തു വരികയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. സ്ത്രീയുടെ സഹോദരനും ഭാര്യയും ജോലിക്ക് പോയ സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ അൻഷാദിനെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് പുത്തൂരിൽ ഇറച്ചിക്കടയിൽ ഇയാൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. കരുനാഗപ്പള്ളിയിൽ ഭിന്നശേഷിക്കാരനെ കബളിപ്പിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത് മുങ്ങിയതിന് പിന്നാലെയാണ് പോരുവഴിയിൽ പീഡന ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. മാനസിക സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ നമ്മുടെ പ്രതി അൻഷാദിനെ വളരെ തത്വപരമായിട്ട് തന്നെ പോലീസും പുത്തൂർ പോലീസിൽ SI ജയസാറിന്റെ സഹായത്തോടെ പിടിച്ചിട്ടുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തത് ശൂരനാട് SI ജോസഫ് യൂണിസാണ്. ഈ പ്രതിക്ക് ഇതിനു മുൻപ് തന്നെ പല പിടിച്ചോറി മോഷണ കേസുകളിലും ഉള്ളതായിട്ട് അറിവായിട്ടുണ്ട്. ഇതിൽ ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ എന്നീ കേസുകളെല്ലാം കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളാണുള്ളത്. നിലവിൽ ഈ പ്രതിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു കയറി ഒരു ശ്രമം നടത്തിയിട്ട് വളരെ ഉള്ളിൽ പോയി നിൽക്കുന്നൊരു രീതിയാണ്. ഇന്നലെയാണ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെ അത് റിമാൻഡിനുള്ള നടപടിയെല്ലാം സ്വീകരിക്കുന്നതാണ്. ശൂർനാട് SHO ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SI ദീപു പിള്ള, പുത്തൂർ SI ജയേഷ്, SIമാരായ രാജേഷ്, ബിൻസിരാജ്, CPO അരുൺരാജ്, ബിജു, ഹോംഗാർഡ് ബാബു എന്നിവരുടെയും പുത്തൂർ സ്റ്റേഷനിലെ GSI മധു OP,
CPO രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കരുനാഗപ്പള്ളി, ചവറ, ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ മോഷണ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പുനലൂരിൽ പൗരസ്വീകരണം നൽകി. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്കാണ് പുനലൂരിൽ സ്വീകരണം നൽകിയത്. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. സ്വീകരണത്തിന് മുന്നോടിയായി ആശാഭരിതം എന്ന തെരുവു നാടകവും അവതരിപ്പിച്ചു. സ്വീകരണ സമ്മേളനം സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ കാസർഗോഡ് മെയ് 5-ന് പരിപാടി ആരംഭിക്കുമ്പോൾ എന്താണ് ഈ സമരയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് രാധാകൃഷ്ണൻ, MA ബിന്ദു, മറ്റുള്ളവരും ആളുകളോട് പറയുകയായിരുന്നു. പക്ഷേ പുനലൂർ എത്തുമ്പോഴേക്കും ആളുകൾ അവരോട് പറയുകയാണ് എന്ത് ഇത് തുടരണമെന്ന്. ആ രീതിയിലേക്ക് സമരയാത്ര നടത്തുന്നവരെക്കാൾ സമരത്തിൻ്റെ പ്രസക്തിയും സമരത്തിൻ്റെ അനിവാര്യതയും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ തിരിച്ചറിയുന്നവരായി നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം, മറ്റൊരു സമരത്തിനും കൈവരിക്കാനാവാത്ത വലിയൊരു മാറ്റം ഈ സമരം ഉണ്ടാക്കി തീർച്ചിട്ടുണ്ട്. സമരം ഇത് മനസ്സിലാവാത്തത് കേരളത്തിലെ ഭരണവർഗത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ. അവർക്ക് മാത്രം അവർ പിടിച്ച പിടിയിൽ നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഈ സമരം തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒത്തുതീർക്കാൻ കഴിയുമായിരുന്നൊരു സമരമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക പരാധീനത കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, ബാക്കി നമുക്ക് ചെയ്യാം, ഇപ്പോൾ ഇത് കൊണ്ട് നിങ്ങൾ സമരം നിർത്തണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ അത് അന്ന് നിർത്താമായിരുന്നൊരു സമരത്തെ വലിച്ചു നീട്ടി ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ CB വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. K മഹേഷ് സ്വാഗതവും H ഹസീന നന്ദിയും പറഞ്ഞു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 19-കാരൻ അറസ്റ്റിൽ. ചടയമംഗലത്താണ് സംഭവം. അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപം വയലിൽ പുത്തൻവീട്ടിൽ സജീറാണ് പിടിയിലായത്. കഴിഞ്ഞ 5-ാം തീയതി ഇയാൾ പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്നും ട്രെയിൻ മാർഗം കോട്ടയം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പെൺകുട്ടിയുമായി കറങ്ങി നടന്നാണ് പീഡനം നടത്തിയത്. ആന്ധ്രാപ്രദേശിൽ ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടിയുടെയും ഇയാളുടെയും ഫോണുകൾ പല സ്ഥലങ്ങളിലായി വിറ്റു. ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിൽക്കുന്നവരുടെ ഫോണുകൾ വാങ്ങി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. ഇയാളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിച്ചു വന്ന ചടയമംഗലം പോലീസ് ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് സുഹൃത്ത് വഴി ഇയാളോട് കോട്ടയത്തെത്തുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. കോട്ടയത്ത് വന്ന പെൺകുട്ടിയും യുവാവും ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാർ വാഷിംഗ് തൊഴിലാളിയായ യുവാവ് പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി 1 വർഷത്തിനു മുമ്പ് പരിചയത്തിലാവുകയും പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ചടയമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ നാടകീയമായി പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജരും KPCC അംഗവും താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കൊപ്പാറ S നാരായണൻ നായർ സ്മാരക അവാർഡ് സമർപ്പണം നടത്തി. അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പടയണി കലാകാരൻ പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയ്ക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജരും KPCC അംഗവും ദീർഘകാലം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കൊപ്പാറ S നാരായണൻ നായരുടെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൊപ്പാറ S നാരായണൻ നായർ സ്മാരക അവാർഡും സമ്മാനിച്ചു. കലാ, സാഹിത്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കായി സ്കൂൾ സ്റ്റാഫ് അസോസിയേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പടയണി കലാകാരനും സാഹിത്യകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ളയ്ക്ക് അവാർഡ് സമ്മാനിച്ചു. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത, മുൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ എന്നിവർ ഏർപ്പെടുത്തിയ അവാർഡുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. അനുസ്മരണ സമ്മേളനം കവി വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു.
കുളികഴികളുണ്ടായിരുന്നു വാർത്തകളിൽ പോയി വീടി പിറകോട്ട് വാരിയിട്ട് ആ വളക്കൈകൾ ഉദാസീന ഭാവത്തിൽ ആ കണ്ണിനെഴുതി ഇളകുമാച്ചിലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിൽ അഞ്ചരം ചാർത്തി വിടരുന്ന പുഞ്ചിരിനാളം കൊളുത്തി വിളിക്കുന്നുണ്ട് പ്രകൃതി വയ്യ വരകൻ അരികത്തിരുന്നു സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ ലളിത സുഭഗമായി എന്തെങ്കിലും നല്ല 4-5 വാക്കുകൾ ഓതിരിവരുക കരുതിന നാളെ നമുക്കായൊരു സന്ധ്യ. PTA പ്രസിഡന്റ് B. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ വി. ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക AK ബബിത അനുസ്മരണം നിർവഹിച്ചു. സ്കൂൾ മാനേജർ KN ഗോപാലകൃഷ്ണൻ അനുമോദനവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു. എന്റെ മൂത്തവൻ 12 വയസ്സുള്ള മനുവുമായിട്ട് അന്ന് ഇവിടെ ജില്ലാ യുവജന സമ്മേളനം നടക്കുക. അവൻ മൃദംഗം കൊടുക്കുന്നുണ്ടായിരുന്നു. മൃദംഗത്തിലൂടെ 1ാം സ്ഥാനം കിട്ടി, സംസ്ഥാനത്തിൽ 1ാം സ്ഥാനം കിട്ടി. പിന്നെ വരുന്നത് ഒരു മീറ്റിംഗ് പ്രസംഗിക്കും വാർഷികം. അന്ന് പുതുശ്ശേരി രാമേന്ദ്ര സാറുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ KN അനിൽകുമാർ, KN അജിത് കുമാർ എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു. PB ഹരികുമാർ, R ദീപ, KN അശോക് കുമാർ, KN കൃഷ്ണകുമാർ, B സിന്ധു, V രാമചന്ദ്രക്കുറുപ്പ്, ശ്രീരഞ്ജിനി S, R ശിവപ്രകാശ്, അമ്പിളി S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കുണ്ടറയിൽ നിയന്ത്രണം വിട്ട കാർ മത്സ്യവ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി അപകടം. കുണ്ടറ പള്ളിമുക്ക് ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ പള്ളിമുക്ക് ഗുരുമന്ദിരത്തിന് സമീപമാണ് നിയന്ത്രണം വിട്ട കാറ് മത്സ്യവ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 12:45 അപകടം. പുലർച്ചെയായതിനാൽ റോഡരികിലും സ്ഥാപനത്തിലും ആരുമില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മുക്കട ഭാഗത്തു നിന്നും വന്ന വാഹനം നിയന്ത്രണം വിട്ട് അഷ്ടമുടി ഫിഷ് സ്റ്റാളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇളമ്പള്ളൂരിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിൽ തട്ടിയതിനു ശേഷം നിർത്താതെ വന്നതായിരുന്നു വാഹനമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുണ്ടറ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം കൂട്ടുവാതിക്കൽ കടവ് പാലത്തിൽ നിന്നും യുവാവ് കായലിലേക്ക് ചാടി. ഐക്യ ജംഗ്ഷൻ സ്വദേശി രാഹുലാണ് ചാടിയത്. പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തുന്നു. ദേശീയപാതയിൽ നീണ്ടകര വേട്ടുതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. സമരസമിതി സമരം അവസാനിപ്പിച്ചു. ഉത്തരവ് പ്രോജക്ട് ഡയറക്ടർക്ക് ലഭിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവ്. മഠത്തിൽ കാരാൻമേൽ കൃഷിയിടം പന്നിക്കൂട്ടം നശിപ്പിച്ചു. സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചയാൾ ഓടയിൽ വീണു മരിച്ചു. പന്മന സ്വദേശി ഷെറീഫാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.